ഭാരതീയ ന്യായ സംഹിത 84 സെക്ഷൻ. എന്തിനാണ് ഇപ്പോൾ 84 സെക്ഷനും കൂടി ഞാൻ വന്നതെന്നല്ലേ? ചുമ്മാ കണ്ടപ്പോൾ ഒരു കൗതുകം, ആ ഒരു ഇൻഫർമേഷൻ തരണമെന്നും തോന്നി. അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഇത് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആണുങ്ങളുടെ മീൻസ് അവിഹിതത്തിൽ താല്പര്യമുള്ള ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ തരുന്നത്. ഇനി മുതൽ നിങ്ങൾ അവിഹിതത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഭർത്താവ് ഉണ്ടോ എന്നുള്ളത് തെളിവായി അന്വേഷിക്കണം. 2, ആ പെൺകുട്ടി ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിഹിതത്തിൽ ഏർപ്പെടാം. അല്ലാത്ത പക്ഷം ആ ഭർത്താവിനെ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാം. ഇതിനകത്ത് ഈ പെൺകൊച്ചിന് പ്രശ്നമൊന്നും വരത്തില്ല. പടി കൂര പൊക്കാൻ പോയാൽ നിങ്ങൾക്കേ കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ ഈ 84 സെക്ഷൻ പണ്ടത്തെ പോലെ കളിക്കാനുള്ള പരിപാടിയല്ല എന്നുള്ളത് ഓർത്തുള്ള. മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ രീതിയിൽ അവിഹിതത്തിലുള്ളവർക്ക് അവിഹിതം ചെയ്യാം. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ അവൾക്ക് ഭർത്താവ് ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് ഈ ഉഭയകക്ഷി സമ്മതത്തിനെ കൊണ്ട് ഇതിന് ടാലി ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാമല്ലോ. ഇപ്പോൾ ഒരു കൊലപാതകം നടത്തുന്നു, കൊല കുറ്റമല്ലാത്തൊരു സെക്ഷൻ ഉണ്ട്. ഏതെന്ന് വെച്ചാൽ റേപ്പ് ചെയ്യപ്പെടുന്ന പെണ്ണിന് അവകാശമുണ്ട് തന്നെ അനാവശ്യമായി അതിക്രമിച്ച് കടന്നു പിടിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അറ്റംപ്റ്റിനെ എതിർക്കുന്ന സമയത്ത് അവളുടെ കൈകൊണ്ട് അവൻ മരിക്കുകയാണെങ്കിൽ അത് ഒരു കൊലക്കുറ്റമായിട്ടൊന്നും അംഗീകരിക്കത്തില്ല. കാരണം അത് അവളുടെ സെൽഫ് സെക്യൂരിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് കൊല ചെയ്യാം എന്നുള്ളതല്ല. അതുപോലൊരു സംഗതിയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഹിതങ്ങൾ. നിങ്ങൾക്ക് ഹിതമാണല്ലോ നമുക്കൊക്കെ അവിഹിതമാവുന്നത്. സോ സദാചാരവാദമല്ല, ബട്ട് അവിഹിതങ്ങളാണ്. മാരേജ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിൽ ചില രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കപ്പെടേണ്ടത്. അങ്ങനെ പാലിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ സൂചന മാത്രമാണ് ഈ പറയുന്നത്. പുതിയ ന്യായ സംഹിതയിൽ 84 സെക്ഷൻ പ്രകാരം അവിഹിതത്തിൽ ഏർപ്പെടുന്ന ആണുങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് പണി കിട്ടും. ചെറിയ പണിയൊന്നുമല്ല, 8ന്റെ പണി കിട്ടും. 7 വർഷം കൊണ്ടാണ് തടവ്, ഫൈനും കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ജാമ്യമില്ല, നോൺ ബെയിലാ. അപ്പോൾ ബെയിലും കിട്ടത്തില്ല. പിടിച്ചാൽ 10-14 ദിവസം അതിനകത്ത് കിടക്കേണ്ടി വരും. തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ തയ്യാറാകുന്ന ആള് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യയെ ഇതുപോലെ അവൻ മിസ്യൂസ് ചെയ്യുന്നെന്നാണ് പറയണേ. ഇതിനകത്ത് അവർ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മറ്റൊരാളുടെ ഭാര്യയെ അയാളുടെ പെർമിഷനോടെ നിങ്ങൾ സേവിക്കുന്നതല്ലല്ലോ. അപ്പം ഇതൊരു സേവനമാണ്. അത് ആ പെണ്ണിന് സേവനമായിരിക്കാം, നിങ്ങൾക്ക് അതൊരു പാരയായിരിക്കും എന്നുള്ളത് വസ്തുത. കൂര പൊക്കാൻ പോകുന്ന ആണുങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, മറ്റൊരുത്തൻ്റെ ഭാര്യയെ കൂര പൊക്കാൻ പോകാതിരിക്കുക. എടുത്തോ പിടിച്ചൊന്ന് കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഓടുന്നോളുമാർക്ക് നല്ല പണിയാണ്. കുട്ടികളെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ക്രൈം സീൻ വേറെയാണ്. കാരണം കുട്ടികൾക്ക് റൈറ്റ്സ് ഉണ്ട്. അമ്മ അങ്ങനെ നിഷ്ഠൂരമായി മക്കളെ ഉപയോഗിച്ച് ഓടാൻ പറ്റത്തില്ല. പലരും ഇവിടെ അമ്മത്തൊട്ടിലിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമ്മത്തൊട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ അമ്മയാണിത് കൊണ്ടിട്ടതെന്നുള്ള തെളിവ് കിട്ടിയാൽ അമ്മയ്ക്കെതിരെ കേസ് വരും. അത് പോക്സോ കേസുമാണ്, അതും നോൺ ബെയിലാണ് പ്രശ്നം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ആരും കൊണ്ട് കളയാനൊന്നും തയ്യാറാകാത്തത്, കൊന്നു കളയണത്. അപ്പം പിന്നെ എളുപ്പമല്ലേ, ആരും അറിയത്തില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതി. നമ്മൾ ലൈറ്ററായിട്ട് പറയണമെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒന്നും എന്താ പറയണ, ഇതിൻ്റെ ഒന്നും ആഴത്തിലിറങ്ങി നമ്മൾ ചിന്തിക്കുന്നില്ല എന്നല്ല വസ്തുത. കാര്യമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത് വെച്ചിട്ട് അതായത് സാധാരണ പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഭർത്താവിന് സത്യം പറഞ്ഞാൽ നല്ലൊരു പ്ലസ് പോയിന്റാണ്. ഈ ഒരു നിയമം ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളതാണ്. ഇനി ഒരുത്തനും കൂര വെക്കാൻ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകത്തില്ലല്ലോ, അതും ഒരു അഡ്വാൻറ്റേജാണ്. ഇതിലെ 2 വിഭാഗക്കാരുണ്ട്. ഒന്ന്, ഈ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡിവോഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്കിത് ബാധിക്കത്തില്ല കേട്ടോ. കാരണം ബിക്കോസ് അവർ ഓൾറെഡി സെപ്പറേഷന് നോട്ട് കൊടുത്തിട്ട് നിൽക്കുന്നവരാണ്, അവർക്കിത് ചെയ്യാൻ പറ്റും. അല്ലാത്തവരാണെങ്കിൽ പണി കിട്ടും. ഒരാളെ വെച്ചുകൊണ്ട് ആ മാരേജ് കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരാളുമായി ഇതുപോലെ അവിഹിതത്തിൽ ഏർപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ നടപടി എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉൾക്കള്ളി. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. ഈ ഒരു നിയമം കൊള്ളാമോ കൊള്ളൂലേ എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എനിക്ക് സത്യത്തിൽ ഇത് വളരെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പെണ്ണുങ്ങൾക്ക് പണി കൊടുക്കണമായിരുന്നു. അങ്ങനെ തുള്ളിക്കൊണ്ട് പോണത് അവളുമാരല്ലേ. ഇപ്പോൾ നമ്മളുടെ പെർമിഷൻ അല്ലാതെ നമ്മളാരും കയറി ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഇവളുമാർ കഥ തുറന്നു കൊടുക്കുന്നതുകൊണ്ടാണല്ലോ അതിനകത്തേക്ക് ആളുകൾ വന്ന് കയറുന്നത്. പിന്നെ ആളുകളെ കിട്ടാണ്ട് വരുമ്പോൾ ഇവളുമാരുടെ കുത്തിക്കിഴപ്പൊന്നും അടങ്ങും എന്നുള്ളതാണ്. പൊതുവിൽ അവിഹിതങ്ങളിൽ മെയിനായിട്ട് കാണുന്ന ഒരു സംഗതി എന്ന് പറയാം, എൻ്റെ ഭാര്യ എന്നെ നോക്കുന്നില്ല കേട്ടോ, എൻ്റെ ഭാര്യ ഞാൻ ഉദ്ദേശിച്ച ഭാര്യ അല്ല കേട്ടോ, ഞാൻ ആദ്യ രാത്രിയിൽ അവൾ എൻ്റെ അടുത്ത് സാരിയും പൂവും ഒക്കെ ഉടുത്ത് വരാനാണ് ഞാൻ ആഗ്രഹിച്ചത് കേട്ടോ, പക്ഷെ അവൾ ഞെട്ടിയിട്ടുണ്ട് വന്ന് കേട്ടോ. ഇങ്ങനെയൊക്കെ പല കോണാഫിക്കേഷനും അവന്മാർ പറയും. ഇതിലൊന്നും പോയി ചാടിക്കൊടുക്കരുത്. ഭാര്യ ഉള്ള ഒരുത്തൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
അവന്മാർ വന്ന് പല അഭിപ്രായങ്ങളും പറയും. നമ്മൾ ഭയങ്കര മികച്ചതാണെന്ന് ഒരാൾ നമ്മളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, ശരിയാണ്. നമ്മൾ മികച്ച ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നണം. പക്ഷെ നമ്മൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് പണിയാണ്, 8ന്റെ പണിയാണ് സത്യമായിട്ടും. കാരണം അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. ഒരാളും ഒരാളെക്കാളും മികച്ചതോ ഒരാളും ഒരാളെക്കാൾ താഴ്ന്നതോ അല്ല. എവരി വൺ ഈസ് ഈക്വൽ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്വാളിറ്റീസ് ഉണ്ടാകും. ആ ക്വാളിറ്റിയേക്കാൾ നല്ലൊരു ക്വാളിറ്റി അപ്പുറത്തുള്ളവർക്കും ഉണ്ടാകും. അപ്പം ആ കമ്പാരിസൺ നടത്തിക്കൊണ്ട് വരുമ്പം വളരെ സന്തോഷപൂർവ്വമായിട്ട് പല പെണ്ണുങ്ങളും പോയി കുരുക്കിൽ വീഴുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. അവൻ വന്നിട്ട് പറയും, എന്തൊരു ടേസ്റ്റാണ് നീ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ, അത് മാത്രമല്ല നീ എന്തൊരു കെയറിങ്ങാ എന്ന് പറയും. ഉദാഹരണം, നമ്മുടെ എല്ലാ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, കലാതിലകമൊക്കെ ആയിട്ട് 3ാമത് ജയൻ്റെ ഒരു മരുമോനെ കല്യാണം കഴിച്ചു. അവിടെ നടന്ന സംഭവം ഇതാണ്. 2ാമത്തെ ഭാര്യ എന്നെ നല്ലപോലെ നോക്കുന്നതിന് മുന്നേ 3ാമത് അവളെടുത്തു എന്ന് പറഞ്ഞു. ഇവിടെ അതിനകത്ത് വീണ് അവസാനം അവ എടുത്തിട്ട് 6ാം ഭാര്യ നോക്കി ചവിട്ടിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് 2ാമത്തെ ഭാര്യ കാര്യമാണ് പറഞ്ഞത്, ഇവൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് ആ പെണ്ണുമ്പള കളഞ്ഞതെന്ന്. അപ്പോൾ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു വരുന്നവന്മാരെ കൂടെ ചേർത്ത് പിടിക്കാതിരിക്കാൻ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കൂടെ ഉള്ള ആൾക്ക് ചിലപ്പോൾ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി പുല നന്നായിട്ട് നിങ്ങളോട് റെസ്പെക്റ്റോടെ പെരുമാറുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. എന്താണെന്നറിയാമോ, ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു വ്യക്തിയാണ്, എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, എനിക്ക് റെസ്പെക്റ്റ് വേണം, അത് നിങ്ങൾ തന്നേ മതിയാവും, അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് കിട്ടൂല. എന്ത് തരുന്നോ അതിനങ്ങോട്ട് തിരിച്ച് അതേപോലെ കൊടുക്കുക. സ്നേഹം തന്നാൽ സ്നേഹം കൊടുക്കുക. ഒരുമാതിരി കോമഡി പീസാക്കണേ നിങ്ങളും അവരെ കോമഡി പീസാക്കുക. ടിറ്റ് ഫോർ ടാറ്റ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസ് അവിടെ ഉണ്ടാകും. അല്ലാത്ത പക്ഷം കാലങ്ങളായി നമ്മൾ അടിമകളായി കിടക്കേണ്ടി വരും എന്നുള്ളത് വസ്തുത. അപ്പോൾ അയാൾ കുഴപ്പക്കാരനായതുകൊണ്ട് ഞാനൊന്ന് കുഴപ്പത്തിൽ ചാടി അയാളെന്ന് പഠിപ്പിക്കുക എന്നുള്ള ചിന്ത തെറ്റാണ്. ചെയ്യാനേ പോകരുത്. നമ്മുടെ സ്പേസിലേക്ക് മറ്റൊരാളെ ചിന്തിക്കുന്ന നിമിഷം തന്നെ നമ്മൾ ഇറങ്ങി മാറി കൊടുക്കണം. കൊണ്ടുവയ്ക്കോ, ചുമന്നുകൊണ്ട് പോയി, എന്നെക്കാളുള്ള കേമത്തരം എന്തോ നീ അവനെ കണ്ടതല്ലേ, കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞങ്ങ് ഒതുങ്ങി കൊടുക്കുന്നത് വ്യക്തിത്വം. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അല്ലാതെ അയ്യോ അതിൽ കടിച്ചു തൂങ്ങി അതാണ് എൻ്റെ ലൈഫ്, മൈ ലൈഫ് പാർട്ണർ, അത് ഇത് അങ്ങനെയല്ല വിചാരിക്കട്ടെ. നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ വെരി ബിഗിനിങ് സ്റ്റേജിലേ നമ്മളുടെ അടുത്ത് ഈ നെഗ്ലക്ഷനും ഒക്കെ കാണുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഇവൻ ഭാവിയിൽ നമുക്ക് ഒരുപാട് പണി തരും. അതിനേക്കാൾ ആദ്യത്തെ ആ വെരി ബിഗിനിങ് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഒറ്റ തടയങ്ങ് ഇട്ടേക്കുക. വേണമെങ്കിൽ ഒന്ന് പൊട്ടിക്കുകയും ചെയ്യുക. ആരും കാണാതെ ചെയ്ത പ്രശ്നമൊന്നുമില്ല, കണ്ടു ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതാണ് ശരിയായ നടപടി. അല്ലാതെ വേറൊരുത്തൻ അതിനൊക്കെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനെ ഒഴിവാക്കിയിട്ട് ചെയ്യുക. അപ്പോഴും ഞാൻ പറയുന്ന പെണ്ണുങ്ങളെ, ഒരു കുരിശിനെ ഒഴിവാക്കാൻ മറ്റൊരു കുരിശിനെ എടുത്ത് തോളത്ത് വെക്കാതിരിക്കുക. നമ്മുടെ ലൈഫ് പാർട്ട്ണർ മസ്റ്റ് ബി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം. അല്ലാത്ത പക്ഷം ഇവനെ ചുമന്നുകൊണ്ട് നടന്ന് ഞാൻ അനുഭവിക്കുന്നു, ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇതൊന്നും തന്നെ നടപടിയാകുന്ന കേസുകളല്ല എന്നുള്ളത് ചുരുക്കം. വാസ് ദാറ്റ് മൈ പോയിന്റ്. അപ്പം നമ്മൾ പറയാൻ വന്നത് 84ൻ്റെ കാര്യമാണ്. BNS 84 ഉണ്ട്. അതനുസരിച്ചിട്ട് ഇനി ഭാര്യ ഇട്ടിട്ട് ഇറങ്ങി ഓടിയാൽ കൊണ്ടോടുന്നവന്മാരെ പിടിച്ചകത്താക്കാനുള്ള പരിപാടി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനകത്ത് ജാമ്യം കിട്ടത്തില്ല, അവന് നല്ല പണിഷ്മെൻറ്റ് കിട്ടും. അങ്ങനെ 2-3 പണിഷ്മെൻറ്റ് കിട്ടുമ്പം വിളിച്ചിറക്കിക്കൊണ്ട് ഓടുന്ന ഈ പരിപാടി അങ്ങ് തീരും. നാട്ടുകാരുടെ ഭാര്യയ്ക്കുണ്ടാകുന്ന പ്രശ്നം ഓർക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്ന കുറേ കോമരങ്ങളുണ്ട്. അവന്മാർക്ക് ഇത് നല്ല പണിയാ എന്നുള്ളതാണ്. ഇപ്പോഴും പറയുന്നു ലൂപ്പ് ഹോൾസ് ഉണ്ട്, എന്നാലും അത് നിലനിൽക്കത്തില്ല. ബിക്കോസ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. ആ വാലിഡിറ്റി നിലനിൽക്കുമ്പോൾ മറ്റൊരു കോൺട്രാക്റ്റും കൊണ്ട് നടക്കരുത്. ഇത് ഇല്ലീഗൽ കോൺട്രാക്റ്റാണ്. നിങ്ങൾക്ക് ഹിതമാണ്, പക്ഷെ മറ്റുള്ളവർക്ക് അത് അവിഹിതം തന്നെയാണ്. ഇത്തരം അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉള്ളവർ, താല്പര്യമുള്ളവർ ഇതങ്ങോട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. 2 വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്നവർക്ക് ഡബിൾ ഇതായിട്ട് പോകും എന്നുള്ളതാണ് വസ്തുത. ഇവിടെ അവിഹിതങ്ങൾക്കാണ് വാല്യൂ എന്നറിയാം, അവിഹിതപ്പെട്ടവർക്കാണ് ഇവിടെ വലിയ മൂല്യവും അവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രത്യേക തരം സംഗതി ഇവിടെ ഉണ്ട് എന്നുള്ളതും എനിക്കറിയാം. എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ സിനിമകളിൽ പോലും നിങ്ങൾ കണ്ടിട്ടില്ലേ, ബാലേട്ട എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് അച്ഛൻ്റെ 2ാം ഭാര്യയിലുള്ള മക്കളെ മൂത്ത ഭാര്യയിലുള്ള കൊച്ചു പോയി നോക്കുന്നു. എന്തോ പ്രിവിലേജാ അച്ഛനുണ്ടാക്കിയ അവിഹിതത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന. ഇതൊക്കെ തന്നെയാണ് സിനിമകളിലും. ഇതൊക്കെ നമ്മളുടെ ലൈഫിൻ്റെ മറ്റൊരു ഇതാണ് സിനിമകളിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. സോ ദാറ്റ് ഈസ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇതിനെപ്പറ്റി വ്യക്തമായി കുറച്ചുകൂടെ ഒരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതും റിക്വസ്റ്റ് ചെയ്യാം. ഐ വിൽ ഡു അനദർ വീഡിയോ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്.